ഹലോ നമസ്തേ. ഒരുപാട് നാളായി ഞാൻ ലോങ് വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം നാദിറ മെഹറിൻ്റെ ഹൗസ് വാമിംഗ് വീഡിയോ ആണ്. ഏതൊരാളെയും പോലെ സ്വന്തമായൊരു വീട് എന്നുള്ള സ്വപ്നം ഇവിടെ പൂവണിഞ്ഞിരിക്കുകയാണ് നാദിറയ്ക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ തലേദിവസം തന്നെ ട്രിവാൻഡ്രത്തേക്ക് യാത്ര തിരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ട്രെയിൻ ബുക്ക് ചെയ്തിട്ട് തന്നെയാണ് പോകുന്നത്. ഞാൻ, ദയ, ശ്രുതി, അതുപോലെ തന്നെ നദാശ ചേച്ചി, നമ്മൾ 4 പേര് കൂടിയിട്ടാട്ടോ പോകുന്നത്. അപ്പോൾ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഓൾറെഡി ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് പിറ്റേ ദിവസം അമ്പലങ്ങളിൽ പോകാനുണ്ട്. അതുപോലെ തന്നെ അവിടെ ഫംഗ്ഷൻ ഇടാനുള്ള ഡ്രസ്സ് ഒക്കെ കൂടിയൊക്കെ പാക്ക് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മളെ ട്രെയിനിൽ തന്നെ നവമി ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കണ്ടിട്ടാണ്. കുറേ പേര് ഇതേ സെയിം ട്രെയിനിൽ ഉണ്ടായിരുന്നു എന്നാണ് പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അറിയാൻ പറ്റിയത്. അപ്പോൾ നമ്മൾക്ക് ആക്ച്വലി ട്രിവാൻഡ്രത്തേക്ക് ഒരു 4.5 hours എത്തുമല്ലോ. അപ്പോൾ ചെറിയൊരു മയക്കത്തിലേക്ക് പോകാം എന്നൊക്കെ വിചാരിച്ചിട്ടായിരുന്നു ഇരുന്നത്. പിന്നെ നട്ടുച്ച നേരമായ കാരണം ഉറക്കം വന്നില്ല ഗൈസ്, എന്ത് ചെയ്യാനാ. അങ്ങനെ നമ്മൾ ചെറുതായിട്ട് ചായയൊക്കെ കുടിച്ചു. റെയിൽവേയിലെ ഫുഡ് നിങ്ങൾക്ക് ഇഷ്ടമാണോ? എനിക്ക് റെയിൽവേയിലത്തെ ഫുഡ് കഴിച്ചാൽ എന്തോ പണ്ടെങ്ങാണ്ടൊരു ഫുഡ് പോയ്സൺ വന്ന കാരണം ഞാൻ പിന്നെ കഴിക്കാറില്ല. അങ്ങനെ നവമി നമ്മളോട് ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് അവൾ സിമി ചേച്ചിയുടെ വീട്ടിലോട്ട് പോയി. അങ്ങനെ നമ്മൾ റൂമിലെത്തി. റൂം ചെക്ക് ഇൻ ചെയ്ത് നമ്മൾ KSRTCയിൽ തന്നെ ഒരു റൂമിൻ്റെ മേലത്തെ 2nd ഫ്ലോറിൽ റൂംസ് അവൈലബിൾ ആണ്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ റൂംസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. നല്ല റൂമാണ് കേട്ടോ, കുഴപ്പമില്ലാത്ത തിരക്കില്ലാത്ത റൂമാണ്. അപ്പോൾ നമുക്കൊന്ന് ലുലു മോൾ വരെ പോകണം. നമുക്ക് ഒരു ലുലു കണക്റ്റിൽ കയറണമെന്നുണ്ടായിരുന്നു. അതായത് ഏതെങ്കിലും ഒരു ഇലക്ട്രോണിക് ഷോപ്പിൽ അല്ലെങ്കിൽ ഈ മൈജിയൊക്കെ പോലത്തെ അങ്ങനത്തെ ഷോപ്പിൽ കയറണമെന്നുണ്ടായിരുന്നു. 1-2 സാധനങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ഡേ ഹൗസ് വാമിങ്ങിന് ഗിഫ്റ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ നോക്കാനുണ്ടായിരുന്നു. അപ്പോൾ ലുലു മോളിലെത്തി. ലുലു മോളിൽ ഞാനിത് 2nd ടൈമിലാണ് കേട്ടോ ട്രിവാൻഡ്രം ലുലു മോളിൽ. ഞാനൊരു കാര്യം പറയട്ടെ, ഞാനൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാൻ നിങ്ങളടുത്ത് വിട്ടുപോയി. ഞാൻ കുറേ നാളിന് ശേഷമാണ് ലോങ് വീഡിയോ ഇടുന്നത്. അപ്പം ഈ വീഡിയോ ആക്ച്വലി ഞാൻ മറ്റേ ലോങ് വീഡിയോ എടുക്കുമ്പോഴുള്ള മോഡിലല്ല എടുത്തിട്ടുള്ളത്. ഞാൻ പോർട്രേറ്റ്, അതായത് നമ്മുടെ ഫോണിൽ ഷോർട്സ് എടുക്കുന്ന രീതിയിലാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അത് കാരണമാണ് വീഡിയോ ആദ്യമായിട്ടായിരിക്കും എൻ്റെ ചാനൽ ഇങ്ങനെ വരുന്നത്. അപ്പോൾ നമ്മൾ ബാസ്കിൻ റോബിൻസിൽ നിന്ന് ഈ പറഞ്ഞ പോലെ ചോക്ലേറ്റ്സ് മേടിച്ചു. ചോക്ലേറ്റ് അല്ല, ഐസ്ക്രീംസ് മേടിച്ചു. അതുപോലെ തന്നെ കസാട്ട, ഭയങ്കര ടേസ്റ്റിലൊരു കസാട്ട മേടിച്ചു. പിന്നെ ശ്രുതി വെജായിരുന്നു. ശ്രുതി പായ്ദോശ അങ്ങനെ ഏതോ ഒരു ഇതിൽ നിന്നാണ് വാങ്ങിയത്. പിന്നെ നമ്മൾ ഡോമിനോസ് പിസ്സ ഞാനും നദാശ ചേച്ചി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ മേടിച്ചു. അത്യാവശ്യം വിശപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ കേട്ടോ. ഗൈസ്, ഒന്നും പറയാനില്ല, ട്രിവാൻഡ്രം ലുലുമോളിൽ അന്നത്തെ ദിവസം ഭയങ്കരമായിട്ട് തിരക്കായിരുന്നു. എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് ഡേ മഹാനവമിയും വിജയദശമി അങ്ങനത്തെ ദിവസങ്ങളായ കാരണം ഫെസ്റ്റിവൽ സീസൺ ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ലുലുമോളിൽ ഓരോരോ ആംഗിളിൽ നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പോൾ നമ്മൾ എടുത്ത ഫോട്ടോസാണ് ഇതൊക്കെ. എനിക്കിഷ്ടപ്പെട്ടു, നല്ല രസമുള്ള ഫോട്ടോസ് തന്നെ ആയിരുന്നു കേട്ടോ. പിന്നെ ലുലുമോളിൽ കുറച്ചും കൂടെ വലുതാണ്, നമ്മൾ എറണാകുളത്തെ ലുലുമോളിനെക്കാട്ടിലും കുറച്ചും കൂടെ വലുതാണ്. പിന്നെ ഈ ഡാൻസിങ് ട്രീ നല്ല രസമുണ്ടല്ലേ, ഇങ്ങനെ തുറന്നിങ്ങനെ ബാ 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 എന്നിട്ട്. അങ്ങനെ നമ്മൾ ലുലുമോളിൽ നിന്ന് നേരെ ഇറങ്ങിയിട്ട് നാദിറയുടെ വീട്ടിലോട്ട് തന്നെ കയറണം കേട്ടോ. നാദിറയുടെ വീട്ടിലൊന്ന് പോയി മുഖം കാണിച്ചിട്ട് നമ്മൾ ഇങ്ങ് വരാമെന്ന് വെച്ചു. വീട്ടിലോട്ട് റൂമിൽ വന്ന് ഫ്രഷ് ആയിട്ട് കിടന്നുറങ്ങിയിട്ട് പിറ്റേ ദിവസം പോകാമെന്ന് വെച്ചു. അപ്പോൾ ഇതേ രാവിലെ അവിടെ ഒരുക്കങ്ങളൊക്കെ രാവിലത്തേക്കുള്ള ഒരുക്കങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തലേദിവസം പോയതുകൊണ്ട് സ്വസ്ഥമായിട്ട് വീടൊക്കെ കാണാൻ പറ്റി. അൽഹംദുലില്ലാ, നല്ല വീട്. നെക്സ്റ്റ് ഡേയിൽ രാവിലെ തന്നെ നമ്മൾ സാരി ഉടുപ്പിക്കാൻ വേണ്ടി ഡ്രേപ്പിംഗ് ബൈ മാളു സുകന്യ എന്ന് പറഞ്ഞിട്ടുള്ള പേജിൻ്റെ ഓണറായിട്ടുള്ള സാരി ഡ്രേപ്പിസ്റ്റ് ആയിട്ടുള്ള സുകന്യ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല വൃത്തിക്ക് സാരി ഉടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ആക്ച്വലി ഇപ്പോൾ ആയിട്ടാണ് എനിക്ക് സാരി ഉടുക്കാനുള്ളൊരു കോൺഫിഡൻസ് ഒക്കെ വന്നത്. മറ്റേത് എനിക്ക് ഒരു കംഫർട്ടബിൾ അല്ലാത്തൊരു ഡ്രസ്സായിരുന്നു സാരി. പക്ഷേ ഇപ്പോൾ എനിക്കിഷ്ടമാണ് സാരി ഉടുക്കാൻ. അപ്പോൾ നല്ല വൃത്തിക്ക് തന്നെ ഫ്ലീറ്റ്സ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അമ്പലത്തിൽ പോകുന്നത് കൊണ്ട് ഞാൻ ഫ്ലീറ്റ്സ് ഊരിയായിരുന്നു. എനിക്ക് ഫ്ലീറ്റ്സ് ഊരിയിട്ട് ഇങ്ങനെ സിംഗിൾ പ്ലീറ്റാണോ ഓക്കെ പ്ലീറ്റ് കാണിച്ചാൽ എന്താ കറക്റ്റ് എന്ന് നിങ്ങൾക്ക് തോന്നുവെച്ചാൽ അത് നിങ്ങൾ എടുത്തോളൂ. അപ്പോൾ അങ്ങനെ ഇടാന്ന്. പിന്നെ AR ഹാൻഡ്ലൂംസിൽ നിന്ന് മേടിച്ചിട്ടുള്ള ഒരു സെറ്റ് സാരി ആയിരുന്നു ദയ എടുത്തിട്ടുണ്ടായിരുന്നത്. ദയനെ സൂപ്പറായിട്ട് സെറ്റ് സാരി ഉടുപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സാരി ഉടുപ്പിക്കുന്നതുകൊണ്ട് തന്നെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് സെക്യൂർ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു കല്യാണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇവരൊക്കെ തന്നെ വിളിപ്പിച്ച് സൂപ്പറായിട്ട് സാരി ഉടുപ്പിക്കണം എന്നുള്ളതാണ്. അതായത് നമ്മൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്ന കല്യാണം കാണിച്ചാലും. നദാശ ചേച്ചി ഉടുത്തിട്ട്
എടുത്തിട്ടുള്ള സാരിയല്ല, സെറ്റ് മുണ്ടാണ്. ഇത് ശ്രുതി നദാശേച്ചിക്ക് ഓണക്കോടിയായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ല ഒരു സെറ്റ് മുണ്ട് തന്നെയാണ്. നല്ല ചേച്ചിക്ക് പിന്നെ നല്ല ഐഡിയ ആണ് എങ്ങനെ ബ്ലൗസ് തയ്ക്കണം, എങ്ങനെ അതിനെ പെയർ ചെയ്യണം, എങ്ങനെ അതിനെ സ്റ്റൈൽ ചെയ്യണം എന്നൊക്കെ. അപ്പം നമ്മൾ ഒരുങ്ങുന്നതിനെക്കാട്ടിലൊരു പൊടി ബ്യൂട്ടിഫുൾ ആയിട്ടാണ് എപ്പോഴും നദാശേച്ചി ഒരുങ്ങാറുള്ളത്. അപ്പം അതേ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ സെറ്റ് മുണ്ടെടുക്കുന്നതും അത്ര ഈസി ആയിട്ടുള്ളൊരു പരിപാടിയല്ല. ഈസി ആയിട്ടുള്ള മീൻസ് നന്നായിട്ട് തന്നെ അത് ഉടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ശാസ്ത്രവശങ്ങളുണ്ട്. വൃത്തിക്ക് ട്രൈപ്പ് ചെയ്യാൻ അറിയുന്ന ആൾ തന്നെ അത് ഉടുപ്പിക്കണം എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത്. കാരണം നദാശേച്ചി യൂഷ്വലി നല്ല രീതിയിൽ തന്നെ സാരിയൊക്കെ ഉടുക്കാറുണ്ട്. നദാശേച്ചി ഇതാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ സെറ്റ് മുണ്ടാണെങ്കിലും സൂപ്പറായിട്ട് തന്നെ എടുക്കാറുണ്ട്. പക്ഷേ പെർഫെക്റ്റ് ആയിട്ട് അതിനെ ആ ഒരു മെഷർമെൻറ്റ് വെച്ച് കറക്റ്റ് ഇങ്ങനെ വൃത്തിക്ക് വടിവൊത്ത് രീതിയിൽ ഉടുപ്പിക്കാൻ പറ്റുമെന്ന് മാളു സുക്കന്യെ തെളിയിച്ചു. അപ്പോൾ അങ്ങനെയായിരുന്നു. പിന്നെ ഈ ഒരു പാറ്റേണ് ദിൽഷ പ്രസിഡൻ്റ് ഒരു ഷൂട്ട് കണ്ടിട്ട് ചേച്ചി ഇൻസ്പയർഡായിട്ട് ഒരു റെഫറൻസ് നോക്കിയിട്ട് എടുത്തതാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും സാരി എടുക്കുകയാണെങ്കിലും സെറ്റ് മുണ്ട് എടുക്കുകയാണെങ്കിലും ഒക്കെ നമ്മൾ നന്നായിട്ട് അണ്ടർ സ്കേർട്ട് ടൈറ്റ് ചെയ്ത് കെട്ടണം. എങ്കിൽ മാത്രമേ നമുക്കത് ടക്കിൻ ചെയ്തിട്ട് സെക്യൂർ ആക്കി വെക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഊരിപ്പോരും, ലൂസായി പോരും, അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ അത് ടൈറ്റായിട്ട് തന്നെ കെട്ടണം. പിന്നെ കെട്ടിയിട്ട് നന്നായിട്ട് നമ്മൾ നമ്മുടെ കറക്റ്റ് സൈസ് നോക്കിയിട്ട് ടക്കിൻ ചെയ്യണം. അപ്പോൾ മാത്രമേ അത് നന്നായിട്ട് ടൈറ്റായിട്ട് അകത്ത് ഇരിക്കുള്ളൂ. നമുക്ക് കംഫർട്ടബിളായിട്ട് ആയാസത്തോട് കൂടിയിട്ട് എല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ചേച്ചിയുടെ ലുലു സെലിബ്രിറ്റിയിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ് കേട്ടോ സെറ്റുമുണ്ട്. പിന്നെ തേടത് ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ, കുത്തമ്പള്ളി ഹാൻഡ്ലൂംസിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണെന്ന്. പക്ഷെ നന്നായിട്ട് ബ്ലൗസ് തയ്ച്ചിട്ടുണ്ട്. നമ്മൾ സുധിഷേട്ടനാണ് തയ്ച്ച് കൊടുത്തിട്ടുള്ളത് ബ്ലൗസ്. തേടെ ആണെങ്കിലും നദാശ് ചേച്ചതാണെങ്കിലും കേട്ടോ. എൻ്റേത് ക്വീർ വിങ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ബുട്ടീക്കിൽ നിന്ന് ആദ്യത്തെ അച്ചാച്ചൻ തയ്ച്ചു തന്നതാണ് എൻ്റെ ബ്ലൗസ്. ഞാൻ ഒരു ടീച്ചർ ലുക്കാണ് പിടിച്ചിട്ടുണ്ടായിരുന്നത്. എൻ്റെ കോളേജിലെ എലിസബത്ത് മിസ്സിൻ്റെ ഒക്കെ പോലത്തെ ഒരു ടീച്ചർ ലുക്കാണ് പിടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം സാരി പെർഫെക്റ്റ് ആയിട്ട് ഇത് എടുത്തു കൊടുക്കുകയാണ്. സാരി അല്ല, സെറ്റ് മുണ്ടിൻ്റെ സെറ്റ് എന്നല്ല പറയുക, മേൽവശത്തിടുന്നത്, അതിനെ പെർഫെക്റ്റായിട്ട് എടുത്തു കൊടുത്തിരിക്കുകയാണ്. കണ്ടോ എന്ത് ബ്യൂട്ടിഫുള്ളായിട്ട്. സിംഗിൾ പ്ലീറ്റാണ് ഇട്ടിട്ടുള്ളത്. ഇങ്ങനെ പ്ലീറ്റ്സ് ഞൊറി എടുത്തിട്ടില്ല. പണ്ടത്തെ എങ്ങനത്തെയൊക്കെ ഫങ്ഷന് ഞാൻ പോകുന്ന സമയത്ത് എടുത്തിരുന്ന വ്ളോഗ്സൊക്കെ ഞാൻ ശരിക്കും ഇപ്പം മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ ഭയങ്കര എന്തൊരു ക്രിയേറ്റീവായിട്ട് അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഷോർട്സിലേക്ക് കോൺസെൻട്രേഷൻ വന്നതുകൊണ്ട് തന്നെ ലോങ് വീഡിയോ ഇടുന്നത് കുറഞ്ഞല്ലോ. അപ്പോൾ ലോങ് വീഡിയോ ഇടുന്ന പാറ്റേണൊക്കെ മാറി. പണ്ടിട്ടിരുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട്. എപ്പോഴും നാദരെപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര രസമായിരുന്നു പണ്ട്. ഇങ്ങനെ കുത്തിയിരുന്ന് നമ്മളിങ്ങനെ കണ്ടുപോകും, ഫുള്ളിരുന്ന് കണ്ടുപോകുമായിരുന്നു എന്ന്. അപ്പോൾ അങ്ങനത്തെ വീഡിയോസൊക്കെ ഞാനും മിസ് ചെയ്യുന്നുണ്ട്. നമുക്കിങ്ങനെ കാലം പോകുന്നതിനനുസരിച്ച് ഇപ്പോൾ 6 വർഷമായല്ലോ നമ്മൾ യൂട്യൂബിൽ. അപ്പോൾ ഈ 6 വർഷക്കാലത്തിൻ്റെ ഇടയ്ക്ക് നമുക്കും ചേഞ്ച് വരും, നമ്മുടെ കോണ്ടൻറ്റിനും ചേഞ്ച് വരും. ഓരോ രീതിയിൽ തന്നെയാണല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഗൈസ് കാര്യങ്ങളുടെയൊക്കെ കിടപ്പ്. അപ്പോൾ നമ്മൾ സാരി ഉടുക്കലൊന്നും കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെ എന്താ പറയുക, അതിൻ്റെ വിഷ്വൽസ് നന്നായിട്ടുണ്ടായ കാരണം ഞാനതിങ്ങനെ ഇട്ടുകൊണ്ടിരുന്നത് കേട്ടോ. പിന്നെ നദാശ ചേച്ചി ആക്ച്വലി എന്ത് ഡ്രസ്സ് ഇട്ടാലും ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്, ഒന്നും പറയാനില്ല. ഇപ്പോൾ എവിടെ പോവുകയാണെങ്കിലും പുള്ളിക്കാരി ഭയങ്കര നന്നായിട്ട് പുള്ളിക്കാരനെ പ്രസൻറ്റ് ചെയ്യാൻ അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ്. ഭയങ്കര അട്രാക്ഷൻ, ഒരു സൈനോഷോറാണ്, സെൻറ്റർ ഓഫ് ദി അട്രാക്ഷൻ പുള്ളിക്കാരിക്കായിരിക്കും എപ്പോഴും. അപ്പം നതാഷ സൈനോഷോർ എന്ന് പേരിടേണ്ടി വരും. അങ്ങനെ അപ്പോൾ സാരി ഉടുക്കലൊക്കെ കഴിഞ്ഞിട്ട് നമ്മളല്ല നദാശ ചേച്ചി മിറർ സെൽഫി വീഡിയോ എടുക്കുകയാണ്. പിന്നെന്താണ് പാല് കാച്ചിൻ്റെ വിശേഷങ്ങളിലേക്ക് നിങ്ങൾ എക്സൈറ്റഡ് ആണെന്ന് എനിക്കറിയാം. ഇച്ചിരി കൂടെ വെയിറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ. കാരണം അന്നത്തെ ദിവസം ഈവനിങ്ങിലായിരുന്നു ഫംഗ്ഷന്. അപ്പോൾ ഈവനിങ് ഫംഗ്ഷനിലെ വിശേഷങ്ങൾ ഓർത്തിട്ടുണ്ടെങ്കിൽ ഈവനിങ്ങിൻ്റെ ടൈമിലാവണത്, ഏർലി മോർണിംഗ് ആയിട്ടുള്ളൂ ഒരുങ്ങുന്നത്. അപ്പം ശ്രുതിയിലേക്ക് കടക്കാം. ശ്രുതിയുടെ സാരി ട്രീപ്പിങ്ങിൻ്റെ വീഡിയോ ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ടുള്ള പോർഷൻ കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മൾ അമ്പലത്തിലേക്ക് പോകാൻ റെഡിയാവുകയാണ്. നമുക്ക് 3 അമ്പലങ്ങളിൽ പോകണമെന്നായിരുന്നു ആഗ്രഹം. ആറ്റുകാൽ അമ്പലത്തിൽ, അതുപോലെ തന്നെ പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിൽ, പിന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അകത്ത് ഞാൻ
കയറാറില്ല. കാരണം അവിടെ അറിയാമല്ലോ, അവിടെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഊബർ കണക്ട് ചെയ്തിട്ട് ആദ്യം ആറ്റുകാൽ പോവുകയാണ്. ആറ്റുകാലിൽ എനിക്ക് തോന്നുന്നു അമ്മു പണ്ട് എന്നെ കൊണ്ടുപോയിട്ടുണ്ട് ആറ്റുകാൽ അമ്പലത്തിലേക്ക്. അന്നാണ് ഞാൻ ഫസ്റ്റ് ടൈം പോകുന്നത്. അന്ന് ഞാൻ മനസ്സൊരുക്കിയൊരു കാര്യം പ്രാർത്ഥിച്ചു, അതവിടെ നടത്തി തന്നു അമ്മ. അപ്പം ആറ്റുകാലമ്മയുടെ നടയിലെത്തി നമ്മൾ മുല്ലപ്പൂ മേടിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. 100 രൂപയാണ് മുല്ലപ്പൂവിന്, മുഴത്തിന് ഒരു മുഴം മുല്ലപ്പൂവിന് 100 രൂപയാണ്. അപ്പോൾ നമ്മൾ ഒരു മുഴം തന്നെ മേടിച്ചുള്ളൂ. ഞാൻ മറ്റേ പൂവാ പിച്ചി, വേറെ മുല്ലപ്പൂവിൻ്റെ പോലെ തന്നെ വേറെ വൈറ്റ് പൂവുണ്ടല്ലോ, അതെനിക്ക് നദാശേച്ചി ചൂടിത്തരികയാണ്. അപ്പോൾ പറഞ്ഞ പോലെ നമ്മുടെ ആറ്റുകാലമ്മ ഞാൻ 2 തവണ പൊങ്കാല ഇട്ടിട്ടുണ്ട്. 2019 ആദ്യമായിട്ട് പൊങ്കാല ഇടുന്നത്. 2020 ഇടാൻ പറ്റിയില്ല കൊറോണ കാരണം. പിന്നിടുന്നത് ഇത്തവണയാണ് 2025. അപ്പം അതൊക്കെയാണ് എൻ്റെ ആറ്റുകാൽ അമ്പലത്തിലുള്ള മെമ്മറീസ്. പിന്നെ ഇടയ്ക്കൊക്കെ വന്നിട്ടുണ്ട് അമ്പലത്തിൽ. അപ്പം ഇപ്പോൾ ആറ്റുകാൽ അമ്പലത്തിൽ അകത്തോട്ട് ഫോണും ബാഗൊന്നും കടത്തി വിടില്ല കേട്ടോ. അപ്പോൾ അത് കാരണം മൊബൈൽ കൗണ്ടറിൽ ഒരു കൗണ്ടറുണ്ട്. ആ കൗണ്ടറിൽ പോയിട്ട് നമ്മൾ ഫോണും ബാഗും ഒക്കെ നമുക്ക് കൊടുക്കാം. അപ്പം അങ്ങനെ ഞങ്ങൾ കൊടുത്തിട്ട് തൊഴുത് ഇറങ്ങിയതിന് ശേഷം എടുത്തിട്ടുള്ള വീഡിയോസാണ് ഇതൊക്കെ. നമുക്ക് പുറത്തുനിന്ന്, അതായത് അകത്തുനിന്നല്ല, അതിൻ്റെ അമ്പലത്തിൻ്റെ വെളിയിൽ നിന്ന് എടുത്തിട്ടുള്ള വീഡിയോ ആണ് ഇതൊക്കെ. പിന്നെ നമുക്ക് നാരങ്ങ വിളക്ക് കത്തിക്കാം അവിടെ. ഐശ്വര്യ വിളക്ക്, നാരങ്ങ വിളക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്, നാരങ്ങ വിളക്ക് തന്നെ പല രീതിയിലുണ്ട്. അപ്പം കണക്ക് ഒരു 10 എണ്ണത്തിൻ്റെ കണക്ക് അങ്ങനെയൊക്കെയാണ് ഐശ്വര്യ വിളക്ക് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ബുക്ക് ചെയ്ത് അതേ ഊബർ തന്നെ നമുക്ക് വീണ്ടും കണക്റ്റായിട്ട് നമ്മൾ പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിൽ തേങ്ങ ഉടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തേങ്ങ മേടിക്കുകയാണ് ഗണപതിക്ക് മുന്നിൽ. അത് കഴിഞ്ഞിട്ട് ഗണപതിക്ക് പുല്ല് വെക്കുമല്ലോ. അപ്പോൾ നമ്മളത് തിരക്കുണ്ടായിരുന്നു, ഗണപതി കോവിൽ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പം തേങ്ങയൊക്കെ ഉടച്ചു. അത് കഴിഞ്ഞ് വിഘ്നേശ്വരൻ്റെ അടുത്ത് വിഘ്നങ്ങളൊക്കെ മാറ്റിത്തരാൻ പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ പായസം, അവിടെ നിന്ന് കിട്ടിയ പ്രസാദമാണ് പായസം. അപ്പോൾ ഈ സമയത്ത് നമ്മൾ വീഡിയോ എടുക്കുന്നതിൻ്റെ ഗ്യാപ്പിൽ നമ്മൾ ഓട്ടോഗ്രാഫ് സീരിയലിലെ ചേട്ടനെ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ കണ്ടിട്ട് സംസാരിക്കുകയും ചെയ്തു. ആ ചേട്ടൻ്റെ പേര് എനിക്ക് അറിയില്ല. അങ്ങനെ നമ്മൾ ശ്രുതിയും ദയയും, ശ്രുതിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പായസം ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ പായസം കഴിച്ചിട്ട് നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെത്തി. നമ്മളകത്ത് കയറാൻ പറ്റിയില്ല. ഒന്നാമതായിട്ട് ഞാൻ പറഞ്ഞല്ലോ, നമ്മളങ്ങനെ ഒരു റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള സ്പേസിലോട്ട് നമ്മൾ കയറി ചെല്ലുന്നത് ശരിയല്ല. അപ്പം അകത്തോട്ട് ഞാൻ കയറാറില്ല, മുന്നുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഉമ്മറത്ത് നിന്നിട്ട്, അതിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് എല്ലാവരും വീഡിയോ എടുക്കുന്ന പോലെ നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങളിപ്പോൾ ചോദിക്കും, നീ എന്താണ് ഇപ്പം ഭയങ്കര ഡിവോട്ടി ആണല്ലോ, പണ്ട് ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ എന്ന്. മനുഷ്യന്മാരല്ലേ, നമുക്ക് നമ്മളെ വിശ്വാസങ്ങളും ഒക്കെ നമുക്ക് ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുമല്ലോ. അപ്പം നമ്മൾ അവിടെ നിന്ന് അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നമുക്ക് വീണ്ടും ഇച്ചിരി പ്രസാദം കിട്ടി. എനിക്ക് തോന്നുന്നു ആ ദിവസം മഹാനവമി, വിജയദശമി ആ ദിവസങ്ങളായിരുന്നു. അപ്പോൾ എഴുത്തിനൊക്കെ ഇരുത്തുന്ന ദിവസമാണ് തോന്നുന്നു. അപ്പം അതുകൊണ്ട് അങ്ങനെ പ്രസാദമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്ക് ടു നമ്മുടെ ഡിവോഷണൽ ഭക്തി സംഭവത്തിലേക്ക്. എനിക്ക് മെൻ്റലി പീസ് കിട്ടുന്ന എന്താണോ അതിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ സ്പിരിച്വലാണ് മോർ ദാൻ റിലീജിയസ്. അപ്പോൾ ഇപ്പോൾ ഞാൻ ആ ഒരു സ്പിരിച്വാലിറ്റിയിലൂടെയൊക്കെ തന്നെയാണ് ലൈഫിനെ കൊണ്ടുപോകുന്നത്. വാട്ട് എവർ ഇറ്റ് ഈസ്, നമ്മുടെ വിശ്വാസങ്ങൾ നമുക്ക്, നിങ്ങളുടെ വിശ്വാസങ്ങൾ നിങ്ങൾക്ക്, അത്ര തന്നെ ഉള്ളൂ. കോൺട്രവേഴ്സി വേണ്ട. അപ്പോൾ വീണ്ടും ശ്രുതിക്ക് സാരി ഉടുപ്പിക്കുകയാണ്. ശ്രുതിക്ക് സാരിയല്ല, സെറ്റ് മുണ്ട് ഉടുപ്പിക്കുകയാണ് കേട്ടോ. സെറ്റ് മുണ്ട് പറയുമ്പോൾ ശ്രുതിയുടെ സെറ്റ് മുണ്ട് എവിടുന്നാ, അത് ഞാൻ കമൻറ്റിൽ അങ്ങനെ മെൻഷൻ ചെയ്യാം. ബ്ലൗസ് ഒരുപാട് പേര് ഞാൻ ഷോർട്ട്സ് ഇട്ടപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ശ്രുതിയുടെ പേജിൽ തന്നെ അവൾ കൊളാബറേറ്റ് ചെയ്തിട്ടുള്ള ഒരു പേജ് ഉണ്ട്. അവർ തന്നെ റെഡിമെയ്ഡ് ആയിട്ടുള്ള ബ്ലൗസുകൾക്ക് അയച്ചു കൊടുത്താണ്. അവൾ ചെറുതായിട്ടൊന്ന് ഓൾട്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ബ്ലൗസാണ്, ഇപ്പോഴത്തെ പാറ്റേൺ ബ്ലൗസാണ്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ഈ ഒരു ബ്ലൗസാണല്ലോ. അപ്പോൾ സാരി എടുത്തിട്ട്, സാരിയല്ല സെറ്റും കൊണ്ടെടുത്തിട്ട് ഉള്ള ശ്രുതിനെയാണ് ഈ കാണുന്നത്. അവൾ പോസ്റ്റ് ചെയ്യുന്നതാണ് ഫോട്ടോക്ക് വേണ്ടിയിട്ടും വീഡിയോക്ക് വേണ്ടിയിട്ടൊക്കെ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടില്ലേ, നല്ല സിമ്പിളായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. സുകന്യ, മാളു ബൈ സുകന്യ, ഡ്രൈപ്പിംഗ് ബൈ മാളു ബൈ സുകന്യ കേട്ടോ. മാളു സുകന്യ വാട്ടവർ. അങ്ങനെ നമ്മൾ ഒരുങ്ങിക്കഴിഞ്ഞിട്ട് ഈവനിങ്ങിൽ എങ്ങോട്ടേക്ക് പോയി, QRSലേക്ക് പോയി കേട്ടോ. അവിടെ നിന്ന് നമുക്ക് നതാഷ് ചേച്ചി വാഷിംഗ് മെഷീനാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മളൊക്കെ പിന്നെ ക്യാഷായിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം
നതാശ ചേച്ചി വാഷിംഗ് മെഷീൻ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പെട്ടെന്ന് QRSൽ പോയിട്ട് ശ്രുതിയുടെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ ഫ്രണ്ടിന് QRSൽ പരിചയക്കാരുണ്ടായിരുന്നു. അപ്പം അത് കാരണം നമുക്ക് പെട്ടെന്നാക്കി തന്നു കേട്ടോ. നല്ല സർവീസ് തന്നെയായിരുന്നു. അപ്പോൾ ഡെലിവറി അപ്പം തന്നെ അവർ എത്തിച്ചു തന്നിരുന്നു. നല്ല ഡിസ്കൗണ്ടൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഓണത്തിൻ്റെ ഡിസ്കൗണ്ടൊക്കെ കഴിഞ്ഞു വെച്ചാലും നമുക്ക് ഡിസ്കൗണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു ഔട്ട്ഫിറ്റ് ചെക്ക് അല്ലെങ്കിൽ ഫിറ്റ് ചെക്ക് അങ്ങനെ പറയില്ല, അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ ഡ്രസ്സ് ഇട്ടിട്ടുള്ളത് ക്വീർ വിങ്സിൽ നിന്ന് എനിക്ക് തന്നത്, എൻ്റെ ബർത്ത്ഡേക്ക് അച്ചു ഗിഫ്റ്റ് ചെയ്തതാണ്. അങ്ങനെ നമ്മൾ നാദിരയുടെ വീട്ടിലെത്തി. നിങ്ങളെല്ലാവരും എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കുന്ന ഭാഗമാണിത്. നാദിരയുടെ വീട്, ഇതേ നല്ല അടിപൊളി വീട്. കയറി നമ്മളെ ശ്രീകുട്ടി മമ്മിയോടെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ നാദിര ഓരോരോ റൂമുകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവിടെ അഖിലേട്ടനും അഖിൽമാരാറും അതുപോലെ തന്നെ വിഷ്ണു ജോഷിയും ഉണ്ടായിരുന്നു. അപ്പോൾ അവർ രണ്ടുപേരിനെയും നമ്മൾ കണ്ടു, സംസാരിച്ചു. നാദിര ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയിട്ട് വന്നിട്ടുള്ള നാദിരയുടെ ഒരു ഗ്രോത്ത് ഇവിടെ എത്തി നിൽക്കുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പം അഖിൽ ചേട്ടനായിട്ട് സെൽഫി എടുക്കുന്നു, വീഡിയോ എടുക്കുന്നൊക്കെയാണ് കാണുന്നത്. വളരെ സന്തോഷം. എന്താ പറയുക, ഒന്നുമില്ല, മോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കുന്നതാണ് നമ്മളെല്ലാവരും. നല്ല രീതിയിൽ തന്നെ പണിതിട്ടുണ്ട്. അവൾ നാഷണൽ ഹൈവേ തന്നെയാണ് കേട്ടോ വീട്. അത് വേറൊരു വലിയൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നാഷണൽ ഹൈവേയിലാണ് വീട്. അങ്ങനെ ഓരോരുത്തർ ഗസ്റ്റായിട്ടുള്ള ഓരോരുത്തർക്ക് വന്ന് അവരായിട്ടൊക്കെ സംസാരിച്ച് ഇങ്ങനെ ഇരുന്നു. പിന്നെ ബിഗ് ബോസ് ഹൗസ് പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്തു. കാരണം എല്ലാ സീസണിലും ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് ഉണ്ട്. സീസൺ 1 നിന്ന് ദിയാസന മമ്മി ഉണ്ട്. സീസൺ 2 നിന്ന് ഓരോരുത്തർ പറയാൻ വെച്ചാൽ കുറേ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇരിക്കുന്ന സമയത്തായിരുന്നു ശ്രീലക്ഷ്മി വന്നിട്ട് നമ്മളെല്ലാവരെയും കണ്ടിട്ട്, എസ്പെഷ്യലി ബിഗ് ബോസ് താരങ്ങളെ കണ്ടിട്ട് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നത്. പിന്നെ സ്വീറ്റി മമ്മി വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ശൈത്യയുടെ അമ്മയും വന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഒരുമിച്ചായിരുന്നു പിന്നെ എല്ലാവരും കൂടി ഇരുന്ന് സംസാരിച്ചതൊക്കെ. ശാലിൻ മമ്മി അറിയാലോ, ശാലിൻ മമ്മി എല്ലാവരെയും പേഴ്സണൽ കണക്ഷനുള്ളൊരു വ്യക്തിയാണ് ശാലിൻ മമ്മി. പുള്ളിക്കാരി ട്രിവാൻഡ്രത്ത് ഈ ടിഫിൻ ബോക്സിൻ്റെ കച്ചവടമൊക്കെ നടത്തി ജീവിക്കുകയാണ്. പിന്നെ ഇറ്റ്സ് മീ കൺമണി ഒഫീഷ്യൽ നൈനോട്ടി അവർ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ശോഭ ചേച്ചിയും നമ്മളൊക്കെ കൂടി ഒന്ന് കഥ പറയുന്നതാണ് കേട്ടോ കാണുന്നത്. ശോഭ ചേച്ചി നെയിൽസ് കാണിക്കോ? LGBTQ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് വേറെ മാർഗമൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ ചെയ്തതാണ്. വീട്ടിലാ എന്റെ, ഞാൻ 100 വട്ടം ഇത് പറയും, എന്റെ വീട് എപ്പോഴും നിങ്ങൾക്ക് ഓപ്പൺ ആണ്. വീവേഴ്സ് വില്ലേജ് ആണ് ഫസ്റ്റ് ഒരു ട്രാൻസിന് അവസരം കൊടുത്തത്. മോഡൽ ഹണി അല്ലേ, ഇന്ത്യയിലെ ആദ്യത്തെ ഒരു ബ്രാൻഡ് അംബാസിഡർ LGBTQ അല്ലെങ്കിൽ ട്രാൻസ് മോഡലിനെ അംബാസിഡർ ആക്കിയത് വീവേഴ്സ് വില്ലേജ് ആണ്. അപ്പൊ അതും ആൾക്കാരൊന്നും അന്ന് അക്സെപ്റ്റ് ചെയ്യാൻ കൂടി, ട്രാൻസ് കേൾക്കുമ്പോൾ തന്നെ വേറൊരു അല്ലെങ്കിൽ അറിയാലോ, ഒട്ടും അക്സെപ്റ്റ് ചെയ്യാത്ത ഒരു മെന്റാലിറ്റി ഉണ്ടായിരുന്ന കാലത്താണ് നമ്മളത് ഇത് ചെയ്തത്, നോർമലൈസ് ചെയ്തത്. അപ്പം ഡെഫിനറ്റ്ലി സിസ്റ്റേഴ്സ് അല്ലേ, അത്രേ ഉള്ളൂ. പിന്നെ ഭാഗ്യാൻറ്റിനെ എനിക്ക് വർഷങ്ങളായിട്ട് അറിയാം. രഞ്ജു അമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പോൾ എൻ്റെ അമ്മയുടെ ഫ്രണ്ട് ആയതുകൊണ്ട് ഞാൻ ആൻറ്റി എന്നാണ് വിളിക്കുന്നത്. ഞാൻ കയറിലുള്ള സമയം തൊട്ടിട്ട് ഇനി അതിനെ ക്രിട്ടിസൈസ് ചെയ്യേണ്ട. എനിക്ക് വിശ്വാസമുണ്ട് എൻ്റെ അമ്മയുടെ പ്രായം ഉണ്ടെന്ന്. കാരണം ആളുടെ മക്കളിൽ മൂത്ത മോനൊക്കെ എന്നേലും ഏജ്ഡ് ആയിട്ടുള്ള, എന്നേലും മൂത്തതാണ്. അപ്പം എന്തൊക്കെ പറഞ്ഞാൽ എൻ്റെ ഉമ്മയുടെ പ്രായം കാണുമല്ലോ. അപ്പോൾ നമ്മൾ ഉമ്മയുടെ പ്രായമുള്ള ആളെ പേര് വിളിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നല്ല ഫുഡായിരുന്നു. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു. ഇത് ടേസ്റ്റുള്ള ഫുഡായിരുന്നു അറിയോ, ഒന്നും പറയാനില്ല, ഒരു കുറവും പറയാനില്ല ഫുഡിന്. നല്ല ടേസ്റ്റുള്ള ഫുഡ് തന്നെയായിരുന്നു. ചിക്കൻ ഫ്രൈ എസ്പെഷ്യലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ചിക്കൻ ഫ്രൈ. അപ്പോൾ നന്ദന വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്നാണ് കഴിച്ചത്. ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞു, ഒരുപാട് കഥകൾ പറഞ്ഞു. നല്ല രസമായിരുന്നു കേട്ടോ. നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു ഡേ തന്നെ ആയിരുന്നു അത്. പിന്നെ അപ്പോൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ റിയ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശ്രുതി റിയനെ പിക്ക് ചെയ്യാൻ വേണ്ടി ചെന്നു. അപ്പം റിയ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടല്ലേ, റിയയുടെ ഭയങ്കര ഭംഗിയിൽ റിയനെ കാണാൻ വേണ്ടിയിട്ട്. ഞാൻ റിയനെ ഇത്രയും കാലത്തിന് ശേഷം ഇപ്പോഴെത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് കാണുന്നത്. മുന്നേയൊക്കെ കാണുമെങ്കിലും ഇപ്പോൾ ഭയങ്കര എന്തോ ഒരു പ്രത്യേക ഗ്ലോ. പിന്നെ നമുക്ക് പിങ്കി ചേച്ചിയുടെ കൂടെ ശീതൽ മമ്മി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ICGക്ക് ഇന്ത്യൻ സിനിമാ ഗാലറിക്ക് ബൈറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ശീതൽ മമ്മി അങ്ങ് നീങ്ങുകയാണ്. പിന്നെ ഇവർ ഡാൻസ് പ്രാക്ടീസ് ചെയ്യണം. ഇവർ ഓൾറെഡി റീലിട്ടിട്ടുണ്ട് ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ. ജാലക്കാര ആ പാട്ടാണ് കേട്ടോ. അപ്പോൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് നമ്മുടെ സ്വന്തം നന്ദനയാണ്. പിന്നെ നമ്മുടെ ശോഭ ചേച്ചി നമ്മുടെ റൂമിൽ വന്ന് കഥയൊക്കെ പറഞ്ഞു. അങ്ങനെ യമുന റാണി ചേച്ചി നമ്മുടെ സ്വന്തം ചന്ദ്രമഴ സീരിയലിലെ വല്യമ്മ റോൾ ചെയ്തിട്ടുണ്ടായിരുന്ന മധുമതി അല്ലേ, ആ റോൾ ചെയ്തിട്ടുണ്ടായിരുന്ന യമുന റാണി ചേച്ചി അവരോട് സംസാരിച്ചു.
എല്ലാവരും നമ്മളെ വീട്ടിലോട്ട് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ദിവസം. എല്ലാരും ഞങ്ങളുടെ വീട്ടിലോട്ട് വരണം. എല്ലാരും വീട്ടിലോട്ട് വാട്ടോ. എത്ര ദിവസം വേണേലും ഞങ്ങളുടെ കൂടെ കുഴപ്പമില്ല. അടിപൊളി കുക്ക സ്പെഷ്യൽ. നിന്റെ വീട്ടിൽ ഞങ്ങളെ കയറ്റുമോ? വീട്ടിൽ കയറ്റുമോ? ഓൾവേസ് വെൽക്കം. നിങ്ങളെ മാത്രം ഞാൻ കയറ്റുള്ളൂ. എപ്പ കേണിയിലും എല്ലാവർക്കും എന്റെ വീട്ടിൽ വരാം കേട്ടോ. എല്ലാരും വരണേ. നമ്മുടെ അതിലെ ടൂർ എല്ലാം വന്നിട്ട് നമ്മളെല്ലാരും കൂടി ഒരു പാർട്ടി ഉണ്ട് നമ്മുടെ വീട്ടില്. എല്ലാരും വിളിക്കും കേട്ടോ. ശരി. അങ്ങനെ നമ്മളെ സിജു ചേട്ടനും അതുപോലെ തന്നെ പുള്ളിക്കാരൻ്റെ വൈഫും വന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള 2 ഹ്യൂമൻ ബീയിങ്സ് കേട്ടോ. കാരണം എന്നതും എല്ലാവർക്കും ഷേക്കൻ്റെ ഒക്കെ കൊടുത്ത് സംസാരിച്ചു. പിന്നെ നമ്മുടെ കൂട്ടത്തിൽ പലരുടെയും ഒരു യൂണിവേഴ്സൽ ക്രഷാണ് ശോഭ ചേച്ചി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങാനായി. കാരണം ഞാനും നദാ ചേച്ചി പിങ്കി ചേച്ചിയുടെ കൂടെയാണ് തിരിച്ച് കൊച്ചിയിലേക്ക് വരുന്നത്. ശ്രുതിക്ക് നെക്സ്റ്റ് ഡേ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, തിയേറ്റർ മൂവിയുടെ. അപ്പോൾ അതിൻ്റെ ഒരു ഹോണറിങ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം നമ്മൾ പെട്ടെന്ന് ഇറങ്ങി. അപ്പോൾ 8 മണി 8:15 ആകുമ്പോൾ ഇറങ്ങി. നല്ല ബ്ലോക്കല്ലേ. അപ്പോൾ ഇറങ്ങുമ്പോൾ നമ്മൾ ചാറ്റ ബേബി പറഞ്ഞു. അപ്പോൾ ഇറങ്ങുമ്പോൾ മിസ്സായി പോയത് സുചിത്രേച്ചിയുടെ വീഡിയോ എടുക്കാനാണ്. സുചിത്രേച്ചി വന്നിട്ടുണ്ടായിരുന്നു. അതുകഴിഞ്ഞിട്ട് പാളയത്ത് നമ്മുടെ നൊസ്റ്റാൾജിയ ഉള്ള സ്ഥലമാണ്. പാളയത്തിൽ ഹാജി അലി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഷോപ്പിൽ നമുക്ക് കിട്ടും സീതാഫലിൻ്റെ, അതായത് കസ്റ്റേർഡ് ആപ്പിളിൻ്റെ ക്രീം ഇട്ടിട്ട് ഭയങ്കര ടേസ്റ്റുള്ള ഡെസേർട്ടാണ്. ഇവിടുത്തെ സിഗ്നേച്ചർ ഡെസേർട്ടാണ് തോന്നുന്നു. അപ്പോൾ ആ ഒരു ഐറ്റം കഴിക്കാൻ വേണ്ടിയിട്ട് വന്നു. നദാശേച്ചിയൊക്കെ ഫസ്റ്റ് ടൈമാണത് കഴിക്കുന്നത്. ഞാനും ശ്രുതി പണ്ട് ഇവിടെ ട്രിവാൻഡ്രത്ത് ഉണ്ടായിരുന്നല്ലോ 2018-19 ഞാൻ 20 ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മളിപ്പോഴും വന്ന് കഴിക്കാറില്ല, അടിക്കടി വന്ന് കഴിക്കാറുള്ളൊരു സ്ഥലമായിരുന്നു. അപ്പം അതിൻ്റെ ഇടയ്ക്ക് അത് വരുന്നതിൻ്റെ ഗ്യാപ്പിൽ ഇച്ചിരി വിശപ്പുണ്ടായ കാരണം നദാ ചേച്ചിക്ക് പാവ് ഭാജി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിങ്കി ചേച്ചി അത് പാവ് ഭാജി സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. എനിക്ക് പാവ് ഭാജിനെക്കാട്ടിലും പാനിപൂരിനെക്കാട്ടിലും കൂടുതലിഷ്ടം സേഫ് പൂരിയാണ് കേട്ടോ. നിങ്ങൾക്ക് ചാട്ട് ഏതാ ഇഷ്ടം എന്നുള്ളത് കമൻറ്റ് ചെയ്യൂ പറ്റുവച്ചാൽ. ഇവിടെ വരെയൊക്കെ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് എത്തിയോന്ന് എനിക്കറിയില്ല. കാരണം ഒറ്റയടിക്ക് അങ്ങനെ സംസാരിച്ച് പോവല്ലേ. അതാ ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പാവ് ഭാജി കഴിക്കാൻ. ഞാനും 2-3 ബൈറ്റൊക്കെ എടുത്തു. നമ്മളെല്ലാവരും ഫുഡ് ഓർഡർ ചെയ്തത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്തു. മൊത്തത്തിൽ നമുക്കൊരു ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ സീതാഫലാണ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ വലിയ കാര്യത്തിൽ ഒരു ഓറഞ്ച് ജ്യൂസൊക്കെ ഓർഡർ ചെയ്തോട്ടെ. എനിക്ക് ആക്ച്വലി ഓറഞ്ച് ജ്യൂസ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വിത്തൗട്ട് ഷുഗർ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കാര്യമായിട്ട് ഓർഡർ ചെയ്തതാണ്. പക്ഷെ എനിക്ക് സിട്രസ് ഐറ്റംസ് കഴിക്കുമ്പോൾ എനിക്ക് അലർജി ഉണ്ട്. എനിക്ക് അസിഡിറ്റിയുടെ പ്രശ്നം വരാറുണ്ട്, വോമിറ്റിംഗ് ഒക്കെ വരാറുണ്ട്. അപ്പോൾ അത് കാരണം ഞാൻ ജസ്റ്റ് കൊതിയുടെ പുറത്ത് ഒരു സിപ്പ് എടുത്തു. പക്ഷെ എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട് നദാ ചേച്ചി വിത്തൗട്ട് ഷുഗർ ഏത് ജ്യൂസ് കൊടുത്താലും കഴിക്കും. അപ്പം ആ ഒരു ഇതിൽ കോൺഫിഡൻസിൽ ഞാൻ നദാ ചേച്ചിക്ക് അത് കൊടുത്തു. പിന്നെ പിങ്കി ചേച്ചി ചിക്കു ജ്യൂസാണ് കേട്ടോ. ചിക്കു ഷെയ്ക്കാണ് കുടിക്കുന്നത്. ഹാജിലിയിലെ എല്ലാം നല്ല ടേസ്റ്റാണ്. അതിനനുസരിച്ച് കത്തിയുമാണ്. അത്യാവശ്യം പൈസയുണ്ട് ഹാജിലിയിലത്തെ എല്ലാം. പക്ഷെ നല്ല ടേസ്റ്റാണ്. നല്ല റിച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നുണ്ടാവും. അതായത് ഭയങ്കര നമുക്ക് ഇതായിട്ട് തോന്നും അത്ര തന്നെ. അപ്പം സീതാഫലിൻ്റെ ഐസ്ക്രീം അല്ല ക്രീം അതായത് കസ്റ്റേർഡ് ആപ്പിൾ ക്രീമാണ്. അത് സീസണബിളാണ്. സീസൺ അനുസരിച്ചിട്ടേ ഉണ്ടാവുള്ളൂ. ഞാൻ അതേ കുടിച്ചിട്ട് എൻ്റെ മുഖം നോക്ക് വിത്തൗട്ട് ഷുഗർ. എനിക്ക് പിന്നെ അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, അയ്യോ എനിക്ക് അസിഡിറ്റിയുടെ പ്രശ്നം വരുമല്ലോ എന്ന്. അപ്പോൾ ഞാൻ അങ്ങനെ എടുത്ത് ചേച്ചിക്ക് കൊടുത്തു. ചേച്ചിക്ക് ഇഷ്ടമാണ് ഓറഞ്ച് ജ്യൂസ്. ഇതാണ് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് സേഫ് പൂരിയിൽ ഈ കപ്പലണ്ടി ഒക്കെ ഇട്ടിട്ട് തരുന്നത് ഭയങ്കര ടേസ്റ്റാണ്. അയ്യോ എനിക്കിപ്പോൾ ഇത് പറയുമ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ നിങ്ങളിത് പറയുമ്പോൾ എനിക്ക് കൊതി വരുന്നത്. ഞാൻ ചിലപ്പം ഇത് കട്ട് ചെയ്തതിനു ശേഷം ഹാജിലിന്ന് ഇവിടുത്തെ കൊച്ചി ഹാജിലിന്ന് ഓർഡർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത്ര തന്നെയാണ് കുറേ നാളിന് ശേഷമുള്ള ഒരു ലോങ് വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ശരി, ടാറ്റാ.